പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് ഹിസ്റ്ററിയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്തിന് ഏതാനും മാസം മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ അദ്ദേഹത്തെ പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അദ്ദേഹം ഹാർട്ട് അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കേസ് ഹിസ്റ്ററിയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതായത് അദ്ദേഹം റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുന്നയാളാണ്. അദ്ദേഹം ഹെൽത്തി ഡയറ്റാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഡയബറ്റിസ് ഇല്ല, BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കെല്ലാം വളരെ അതിശയമായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന്. അദ്ദേഹത്തിന്റെ കേസ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം എനിക്ക് വ്യക്തമായത്. അതായത് അദ്ദേഹം സ്മോക്കിംഗ് ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ഒരു സിഗരറ്റ് വലിക്കുക അദ്ദേഹത്തിന്റെ ഒരു ഹാബിറ്റായിരുന്നു. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് സ്മോക്കിംഗ് കാരണമാകുന്നുണ്ടോ, അല്ലെ സ്മോക്കിംഗ് ഹൃദയാഘാതം ഉണ്ടാക്കുമോ എന്നതിനെപ്പറ്റി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകും എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം. നമ്മൾ തിയേറ്ററിലൊക്കെ സിനിമ കാണുമ്പോൾ പ്രദർശിപ്പിക്കാറുണ്ട് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആൻഡ് പ്രൊഡ്യൂസസ് ക്യാൻസർ. നമ്മൾ സിഗരറ്റ് പാക്കറ്റ് മേടിക്കുമ്പോഴും ഈ പരസ്യം നമ്മൾ മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ ക്യാൻസർ അല്ലാതെ സ്മോക്കിംഗ് കൊണ്ട് നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുമോ, അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സ്മോക്കിംഗ് ചെയ്തിരുന്ന ആൾക്ക് ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ ഇരട്ടി കൂടുതലാണ്. എന്തുകൊണ്ടാണ് സ്മോക്കിംഗ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്? സ്മോക്കിങ്ങിന്റെ പുകയിൽ ഏതാണ്ട് 3000-ഓളം രാസപദാർത്ഥങ്ങൾ ഉണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ 2 പദാർത്ഥങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് നിക്കോട്ടിൻ, രണ്ടാമത്തേത് കാർബൺ മോണോക്സൈഡ്. ഈ നിക്കോട്ടിനാണ് നമ്മുടെ രക്തക്കുഴലുകളുടെ ഏറ്റവും വലിയ ശത്രു. അത് രക്തക്കുഴലുകളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ രക്തത്തെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. ആദ്യം അത് രക്തക്കുഴലുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. 3-4 തരത്തിലാണ് അത് രക്തക്കുഴലുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് രക്തക്കുഴലുകളുടെ അകത്തെ ആവരണമായ എൻഡോത്തീലിയത്തിന് അത് കേടുവരുത്തുന്നു. അവിടെ അന്നേരം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരുന്നു. അങ്ങനെ നീർക്കെട്ട് വരുന്ന ഭാഗത്താണ് കൊളസ്ട്രോളും കൊഴുപ്പും മറ്റും അടിഞ്ഞ് പ്ലാക്ക് എന്ന് ഡോക്ടർമാർ വിളിക്കുന്ന ബ്ലോക്ക് ഉണ്ടാകുന്നത്. അത് കൊറോണറി ധമനികളിൽ, അതായത് ഹൃദയത്തിന് രക്തം നൽകുന്ന കൊറോണറി ധമനികളിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നു. പിന്നെ ഈ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ തന്നെ ഇത് ക്ഷയിപ്പിക്കുന്നു. അതായത് രക്തക്കുഴലുകളെ അതിറോസ്ക്ലീറോസിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു. അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലുകളുടെ വ്യാസം കുറഞ്ഞു പോകുന്നു. അപ്പോൾ അതിൽ കൂടി ഓടുന്ന രക്തത്തിന്റെ അളവും കുറയുന്നു. അതാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ രക്തക്കുഴലുകൾക്ക് സ്പാസം ഉണ്ടാക്കുന്നതും നിക്കോട്ടിന്റെ പ്രവർത്തനം കൊണ്ടാണ്. സ്പാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സ്പാസം ഉണ്ടായി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് കൊറോണറി ധമനികളിൽ സ്പാസം ഉണ്ടാകുമ്പോൾ നമുക്ക് ഹൃദയ പേശികൾക്ക് എത്തുന്ന രക്തത്തിന്റെ അളവിൽ കുറവ് വരുന്നു. അത് ഹൃദയ ആരോഗ്യത്തിന് ക്ഷതമേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയാഘാതം ഉണ്ടാകുവാനും കാരണമാകുന്നു. നിക്കോട്ടിൻ നമ്മുടെ കാലുകളെയും ബാധിക്കാം. കാലുകളിലെ വിരലുകൾക്കുള്ള രക്തഓട്ടം കുറഞ്ഞ് ഗാംഗ്രീൻ അല്ലെ കറുത്തു പോകുന്ന ഒരു അവസ്ഥ വന്ന് വിരലുകൾ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വരാം. അതിനെ TAO അല്ലെങ്കിൽ ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്നാണ് ഡോക്ടർമാർ നാമകരണം ചെയ്തിരിക്കുന്നത്. ഞാൻ ഗവൺമെന്റ് സർവീസിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് വന്ന ഒരു കേസ് ഹിസ്റ്ററി ഇപ്പോഴും ഓർക്കുകയാണ്. ഒരു കാർപ്പൻ്റർ ആയിരുന്നു അദ്ദേഹം. ചെയിൻ സ്മോക്കറാണ്. അദ്ദേഹത്തിന്റെ കാലിലെ 10 വിരൽ എടുത്തു. അതുപോലെ തന്നെ കയ്യിലെയും 10 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിന്റെ സ്മോക്കിംഗ് ആയിരുന്നു. അദ്ദേഹം ആ വിരലുകൾ മുറിച്ചു കളഞ്ഞിട്ടും കൈകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നിക്കോട്ടിൻ നമ്മുടെ രക്തത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. രക്തം കൂടുതൽ കട്ട പിടിക്കുന്നു. അതായത് പ്ലേറ്റ്ലെറ്റ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്ത് രക്തം കട്ട പിടിച്ചു കഴിയുമ്പോഴാണ് പ്ലാക്ക് വലുതാകുന്നതും അതുപോലെ തന്നെ അതൊരു ബ്ലോക്കായിട്ട് മാറുന്നതും. പിന്നെ നിക്കോട്ടിൻ നമ്മുടെ ഹൃദയത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. ഈ നിക്കോട്ടിൻ അഡ്രിനലിൻ എന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂട്ടുന്നു, അല്ലെ കൂടുതൽ അഡ്രിനലിൻ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഈ അഡ്രിനലിൻ ഉണ്ടാകുന്നത് മൂലം ഹൃദയത്തിന്റെ റേറ്റ് കൂടുന്നു. അതായത് നമ്മുടെ നാഡിയിടിപ്പ് അല്ലെ ഹൃദയ സ്പന്ദനത്തിന്റെ അളവ് കൂടുന്നു, നമ്മുടെ BP കൂടുന്നു. ഇത് രണ്ടും നമുക്ക് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അത് മാത്രമല്ല നമ്മുടെ ഹാർട്ടിന്റെ താളത്തിലും വ്യത്യാസം വരുന്നു. അതിനെ അരത്മിയ എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണത്തിനും ചിലപ്പോൾ കാരണമാകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്മോക്കിംഗ് മൂലം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ. പിന്നെ കാർബൺ മോണോക്സൈഡ് എന്ന ഒരു വാതകവും ഇതിനകത്തുണ്ട്. ഈ കാർബൺ മോണോക്സൈഡ് കാറിനകത്ത് നമ്മൾ AC ഓൺ ചെയ്ത് കൊച്ചുകുട്ടിയെ അതിനകത്ത് ഇരുത്തി കുറച്ച് സമയം വന്നു കഴിയുമ്പോൾ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള വാർത്ത ഇടയ്ക്കൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ കാറിനകത്തുള്ള AC ഓൺ ചെയ്ത്
അതിനകത്ത് ദീർഘനേരം ഇരിക്കുന്നത്, പ്രത്യേകിച്ച് ചില്ലുകൾ പൊക്കി ഇരിക്കുന്നത് ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുവാനും അത് അബോധാവസ്ഥയിലും അതുപോലെ തന്നെ മരണത്തിനും കാരണമാകാറുണ്ട്. അതാണ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ പുകയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ അകത്ത് ചെന്ന് കഴിയുമ്പോൾ അത് നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ചേരുകയും കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുകയും അത് നമ്മുടെ ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അല്ലെങ്കിൽ ഹൃദയപേശികളിലേക്ക് എത്തുന്ന രക്തത്തിലും ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞു പോകുന്നു. അത് ഹൃദയത്തിന്റെ പ്രവർത്തന ശേഷിയെ ബാധിക്കുന്നു. അത് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെ പുക വലിക്കുന്നത് കൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് കാരണമാകുന്നുണ്ട്. പുകവലിക്കുന്നവരുടെ എണ്ണം ഇന്ന് നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരികയാണ്. എങ്കിലും പുകവലിക്കുന്നവർ ഇന്നും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പുകവലിക്കുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടി വരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുകവലിക്കുന്ന എല്ലാവരും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പുകവലി തീർത്തും ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. എങ്കിലേ അവർക്ക് ഹൃദയ സംരക്ഷണം ഉറപ്പാക്കാൻ പറ്റൂ. വളരെ വിലപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.